സമൂഹ മാധ്യമത്തിലെ ലൈംഗിക ആരോപണത്തിനു പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തതിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. ഷിംജിത മുസ്തഫയ്ക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. എഫ്ഐആറിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് ഈവനിങ് അർജുൻ. നമ്മളെ വല്ലാതെ ഞെട്ടിച്ച സംഭവമാണ് ദീപകിന്റെ ആത്മഹത്യ. ദീപക് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന മട്ടിലുള്ള പ്രചരണം വന്നു. ദീപകിന്റെ കുടുംബം ഇന്ന് പരാതിയുമായി വന്നു. നിരവധി പരാതികളാണ് DIGക്കും മുഖ്യമന്ത്രിക്കും അടക്കം കിട്ടിയത്. ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഷിംജിത നേരത്തെ ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ് അരീക്കോട് പഞ്ചായത്തിൽ. ആ ഷിംജിതയ്ക്ക് നിയമമറിയാം. പക്ഷേ എന്നിട്ടും പോലീസിനെ സമീപിക്കാതെ, ഒരു പരാതി പോലും നൽകാതെ ഒരു യുവാവിനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു. അധിക്ഷേപിച്ചതിന്റെ ഭാഗമായി യുവാവ് ജീവനൊടുക്കി. എഫ്ഐആറിന്റെ പകർപ്പിൽ എന്താണ് പറയുന്നത് അർജുൻ കല്യാൺ? ഡോക്ടർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഒരു പരാതിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിയോ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ സമൂഹ മാധ്യമത്തിൽ ഒരു യുവാവിനെതിരെ ഇത്തരം ഒരു പോസ്റ്റ് ഇടുകയും അതിനകത്ത് കൃത്യമായ രീതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പ്രതികരണമൊക്കെ ഈ യുവതി നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനമാണ് ഈ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ദീപകിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്. കുടുംബം ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി അത് പിന്നീട് DYSPക്കും അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും കൈമാറുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ 8 മണിയോടുകൂടി തന്നെ ഇങ്ങനെയൊരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുതുതായി, അതായത് നേരത്തെ അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് എടുത്തിരുന്നു. അതിന് പുറമെ ഇപ്പോൾ പുതിയതായി ഒരു FIR ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ദീപകിൻ്റെ അമ്മ നൽകിയിട്ടുള്ള പരാതിയിൽ തൻ്റെ മകൻ ആത്മഹത്യ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്ന യുവതി ഇത്തരം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പോസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷിംജിത മുസ്തഫയ്ക്കെതിരെ, നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് ആ ഷിംജിത മുസ്തഫയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്തായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന തുടർ നടപടി എന്നത് വളരെ ഉദ്വേഗമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടി ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടോ? കാരണം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഈ പറയുന്ന അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സ്വാഭാവികമായും കടക്കേണ്ടതും അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളം തന്നെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ്. എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഇപ്പോൾ ഈ യുവതിക്കെതിരെ ക്യാമ്പയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കസ്റ്റഡിയിലെടുക്കാനാണോ പോലീസിന്റെ നീക്കം? അതോ ഒരു മുൻകൂർ ജാമ്യത്തിന് അവസരം കൊടുക്കുമോ ഷിംജിതയ്ക്ക്? ഡോക്ടർ, നമുക്ക് ഈ ഘട്ടത്തിൽ അത് ഏതെങ്കിലും തരത്തിലൊരു അനുമാനത്തിന് കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു പ്രവണത സമൂഹത്തിൽ തുടരുന്നത് ഒരിക്കലും, അല്ലെങ്കിൽ ആ തരത്തിലൊരു സന്ദേശം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന ഒരു പൊതുവികാരം. സ്വാഭാവികമായും ആ വികാരം പോലീസും ഉൾക്കൊള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ പറയുന്ന മുൻകൂർ ജാമ്യത്തിനെ സമീപിക്കാനുള്ള സാധ്യതയും മറുവശത്ത് നിലനിൽക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം ഉന്നയിച്ചത് ഇവർ ഏതെങ്കിലും തരത്തിൽ വിദേശത്തേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ, മുൻകൂർ ജാമ്യം തേടുന്നതിന് അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ ഭാഗത്തും നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഏത് തരത്തിലായിരിക്കും പോലീസിൻ്റെ നടപടി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും കടുത്ത ഒരു നടപടികളിലേക്ക് തന്നെ പോലീസ് കടക്കുന്നു എന്ന് വേണം ഈ കേസെടുത്ത നടപടി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.